അസ്സലാമലൈക്കും. അപ്പം ഈ ചാനലും നജില ഷാൻ മസ്റൂ നമ്മുടെ സെക്കൻഡ് ചാനലാണ്. അപ്പോഴേ ഒരു ചാനലിൽ തന്നെ കയറാൻ പറ്റുന്നില്ല. ഇപ്പം രണ്ടാമത്തെ ചാനൽ എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ ചീത്ത പറയാൻ, അതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചാനലായത്. ഈ ചാനലിൽ ചീത്ത പറയുന്നത് ഷെരീഫ് മണ്ണാർക്കാടില്ലേ, നമ്മളെ ഷാജിൻ്റെ കേസ് തീർത്തെ അവനെ ഒന്ന് ചീത്ത പറയും. അപ്പം നമുക്ക് വിശദമായിട്ടൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇക്ക ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഷെരീഫ് മോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നാറി, നീ വീഡിയോ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, നിനക്ക് എന്നെ. ഷെരീഫേ, നിന്റെ വിധി ഒരു വല്ലാത്ത വിധിയാണ്. കുറേ കാലം ഷാജിര വായിന്ന് നാരി മറ്റ് കണ്ടി മറ്റുള്ള മോനെ എല്ലാം കേട്ടു. ഇനിയിപ്പോൾ നെജിലൻ്റെ വായിന്നും കൂടെ ബാക്കി കേൾക്കാം. അതിനെ കുറിച്ച് എന്തറിയാം, എന്താ അങ്കാ പുങ്ക അറിയടാ. നീ കൊറേ കഞ്ചാവും വലിച്ചിട്ട് കൊറേ സുറുമയും വരച്ച് ഫിൽറ്റർ ഒട്ടിങ്ങി കയറി വന്ന് വണ്ടിക്കകത്തിരുന്ന് നീ പറയുമ്പോ നീ എന്ത് വിചാരിച്ചു നീ? എടാ ഷെരീഫേ, നമുക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല. നീ സുറുമ ഇട്ടിട്ടാന്ന് നാവിനടിയിൽ വെച്ചിട്ടാന്നൊന്നും തോന്നിയിട്ടില്ല. ഈ നാവിനടിയിൽ വെക്കലും കഞ്ചാവ് വലിക്കലെല്ലാം അത് ഇവളെ കെട്ടുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നല്ല തുറന്നടിച്ചിട്ട് മറ്റുള്ളവർക്ക് വെച്ച് കെട്ടുന്നത്. കാരണം അവനവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയാണ് മറ്റുള്ളവരിൽ ചാർത്തൽ. അപ്പം ഇപ്പം നിന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഷാൻ എന്ന് പറയുന്ന ഇവളെ കെട്ടിയവൻ്റെ അടുത്ത് ഉണ്ടാവും. അതാണിപ്പം യൂട്യൂബിലെ കൂടി വിളിച്ച് പറയുന്നത്. പിന്നെ നെജില എന്ന് പറഞ്ഞാൽ നിന്നെ അറിയണ്ട, നമ്മ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ നീ എല്ലാം പറഞ്ഞു തന്നിന് യൂട്യൂബിലൂടെ. ഇനി ഇതിലും കൂടുതൽ നിന്നെ മനസ്സിലാക്കണമെങ്കിൽ അത് നീ എന്നെ എന്നും യൂട്യൂബിലെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരും. പെണ്ടാട്ടിയെ സമൂഹത്തിലോട്ട് ഇറക്കടാ, അവക്കാമ്പത്തി തടിയും തൻ്റെ ഉണ്ടല്ലോ. അതേടെ ശരിപ്പേ, ഇതായിപ്പോൾ ഇവളെ കാണുന്നില്ലേ, പെണ്ടാട്ടികളെ കാണുന്നില്ലേ, യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ അല്ലും തുല്ലും പറഞ്ഞിട്ടല്ലേ പൈസ ഉണ്ടാക്കുന്ന, എല്ലാവരും ചീത്ത വിളിച്ചിട്ട് പൈസ ഉണ്ടാക്കും. അത് ഒരു ചാനലല്ലേ, ഇപ്പോൾ രണ്ടാമത്തെ ചാനലും കൂടി. അതുകൊണ്ട് നിൻ്റെ പെണ്ടാട്ടിനെ ഇറക്കടാ, നല്ലോണം പൈസ ഉണ്ടാക്കാമെന്ന് ഇവർ പറയുന്നു. അനുഭവം കൊണ്ടാണ് ഇപ്പം നെജില പറഞ്ഞു തരുന്നത്. ശരിപ്പേ, നിൻ്റെ പെണ്ടാട്ടിനെയും കൂടി ഇങ്ങ് വീഡിയോയിൽ ഇറക്കി, എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കി എല്ലാവരും കാണട്ടെ. ഇത് ഷാജിൻ്റെ രണ്ടാം ഭാഗമാണ്. കാരണം അവൾ പറഞ്ഞ അതേ ഡയലോഗ് ഇവൾ പറയുന്നു. കാരണം ഇവർ രണ്ടാളും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ആണുങ്ങൾ കാണട്ടടാ നിന്റെ പെണ്ടാട്ടിയ. നാട്ടുകാരെ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഒരു ഷാജിദ, ഒരു നെജില, എനിക്ക് വേറെ ഈ ഭർത്താവില്ലാത്ത അവന്റെ ആദ്യത്തെ പെണ്ടാട്ടിയാണ് ഒളിച്ചോടി പോയാ. അവൻ്റെ ആദ്യത്തെ പെണ്ടാട്ടി ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അത് ഇവളെല്ലാം പോലത്തെ പെണ്ടാട്ടിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു ഭർത്താവിന് അടങ്ങാത്ത അവളായിരിക്കും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി പോയിട്ടുള്ളത്. വെറുതെ എന്തിനാണ് നിൻ്റെ പല്ലി കുത്തിട്ട് മറ്റുള്ളവരെ നാറ്റാൻ നിൽക്കുന്നു? നീ എന്ന് പറയുന്ന ഈ പെണ്ടാട്ടി എത്ര മാപ്പിൾക്ക് കല്യാണം കഴിച്ചതാ, എന്നിട്ട് എന്തിനാ നീ വല്ല പെണ്ടാട്ടിനെ ഇങ്ങനെ കുറ്റം പറയുന്നു? ഉണ്ടാണ്ട് ഒന്നൂടെ. പിന്നെ വേറൊരു കാര്യം, റഹീമിന്റെ വേറൊരു ഭർത്താവിന്റെ നിനക്ക് വേറെ പണി വരുന്നുണ്ട് കേട്ടോ. നിനക്ക് മോളെ കാണാൻ അവകാശം ഇല്ലടാ നാറിയെ. നീ എഴുതി കൊടുത്ത എല്ലാ പ്രൂഫും നാറിയെ, നിനക്ക് കൊച്ചിനെ കാണാനോ കൊച്ചിന് ചെലവിന് നീ കൊടുത്തോ, അത് നമുക്ക് അറിയേണ്ട കാര്യം. ഈ 10 വർഷത്തെ ചെലവിടെ തരണോടാ നാറിയെ. നാറി, നീ എന്റെ കൊച്ചിനെ കണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ. എടോ റഹീമിന് നിൻ്റെ മൂത്ത കുട്ടീനെ കാണേണ്ട അവകാശം ഉണ്ട്. അത് എന്ത് നമ്മൾ ഒരു എന്താ പറയുക ഡിവോഴ്സായി ഒഴിവാക്കിയാലും ആ ഉണ്ടാക്കിയ ഉപ്പാക്ക് ആ കുട്ടീനെ കാണേണ്ട അവകാശമുണ്ട്, ചെലവിന് കൊടുക്കേണ്ട അവകാശമുണ്ട്. അപ്പം നീ എന്താ പറയുന്നത്, കാണേണ്ട ചെലവിന് കൊടുക്കുക? അത് ഏത് പുസ്തകത്തിലുള്ള ന്യായ? കുഞ്ഞിനെ കാണാണ്ട് ചെലവിന് കൊടുക്കാൻ? ഇനി നിൻ്റെ റഹീം നിൻ്റെ മോളെ കണ്ട നീ എന്നാ ചെയ്യൽ? റഹീമിനെ തൂക്കിക്കൊല്ലോ? എടി, നടക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിലേക്കൂടെ ഇങ്ങനെ വൈറ്റടിക്കും. കൊച്ചിന്റെ പാവടയൊക്കെ പിടിച്ച് വെച്ച് പൊക്കി നോക്കാൻ നീ ആരാ? നീ വാപ്പായ വാപ്പാന്ന് പറഞ്ഞാലേ വെറുതെ ഉണ്ടാക്കിയാ പോരാ. കൊച്ചിനെ അടിച്ചിട്ടുണ്ടെങ്കിലേടാ എനിക്ക് അറിയാം അതിനെ സംരക്ഷണം നോക്കാം. നിന്റെ അടുത്ത് പലതവണ നാറിയെ ഞാൻ വാടക വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ കൊച്ചിന് നീ വെള്ളം ചെല്ലാം. അപ്പൊ നിന്റെ നിലമേൽ ലോഡ്ജിൽ ചെല്ലാൻ വിളിച്ചതാണ്. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കൂലേ റഹീം പാവാട പൊക്കി നോക്കിന് നിങ്ങൾ രണ്ടാളും അടിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും മുമ്പേ ചവിട്ടിൽ വെള്ളം കോരി വെച്ചെന്ന് പറയുന്ന കേട്ടിന്. ഈ നെജില എന്ന് പറയുന്ന ഇവള് പര നാറിയാണ്. എന്നിട്ട് ഇപ്പം ആ ഷാൻ്റെ കൂടെ നിന്നിട്ട് ഇവള് വല്ല നോടിച്ചലിളക്കുന്നത്. മുമ്പേ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ചവിട്ടിൽ വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് ഒരു ഉമ്മയായ ഇവൾ നോക്കി നിൽക്കുകയാണ്. ആ എന്താ പറയുക ഷാൻ എന്ന് പറയുന്ന പര നാറി ആ കുഞ്ഞിനെ ഉപദ്രവിക്കും.
ഇവൾക്ക് ഇത്രയ്ക്ക് സ്നേഹമില്ലു. ഇവൾക്ക് ആണുങ്ങളോടാണ് സ്നേഹം, മക്കളോടല്ല. ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാൽ അതിനുള്ള ചെലവ് കൊടുക്കാനുള്ള കഴിവോടാ. നീ നിനക്ക് എന്നിപ്പം മഴയാത്ത നിനക്ക് എന്നും പണിയില്ല. ശരി, ഉള്ളപ്പോ ഉള്ളതുകൊണ്ട് കൊടു. അല്ലപ്പാ ഈ പറയുന്ന ഈ നാറിയായ നീ ഇവൾക്ക് നീ ചെലവിന് കൊടുത്തിട്ടുണ്ടോ? ഇപ്പം വല്ലവരും ചെലവിന് കൊടുക്കാത്തത് ഇങ്ങനെ വിളിച്ചു പറയുന്നിട്ട് നീ ആകെ അന്ന് ചെലവിന് കൊടുത്തത് എന്താണ്? ആ ഒരു ടിപ്പർ പണിയെടുക്കുന്ന കാലത്ത് പിന്നെ പോയിട്ട് കിട്ടിയ ഇതിനെ കൊണ്ടാണ് നീ ചെലവിന് കൊടുത്തത്. മറ്റുള്ള എല്ലാ ചെലവും നീ നടത്തുന്നത് ഇവിടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനത്തിലൂടെയാണ്. ഇപ്പം ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കണ്ടിട്ടല്ലേ നീ ഇവളെപ്പരം കൂടുന്നു. നീ 5 പൈസ പണിയെടുക്കുന്നില്ല. എന്തിനാ വെറുതെ അവനവൻ ചെയ്യാത്ത കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരിക്കലും സംസാരിക്കണ്ട. നീയും അത്ര നല്ലവനല്ല. എന്റെ മോൻ എന്നെ മാത്രമേ വാപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ, അറിയാനൊക്കെ. അതാണ് എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വിളിക്കത്തുമില്ല വാപ്പാന്ന്. ഈ വിവരമില്ലാത്ത ഈ നെജിലേക്ക് ഈ ഷാം പറയുന്ന ഒരു മണ്ണും പുണ്ണാക്കും മനസ്സിലാകത്തുള്ളൂ. അവരിപ്പോൾ പറയുന്ന കേട്ടോ, എൻ്റെ മോൻ എന്നെ മാത്രമേ ഉപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. അതെ, ഇവളെ മോനിപ്പം എത്രാമത്തെ ആൾക്കാരെയാണ് ഈ ഉപ്പാന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യൂട്യൂബിലെ കൂടി അവളെ കൂടെ നിന്നിട്ടും കളിയാക്കുന്നതും ഇതാക്കുന്നതല്ല ഈ നെജിലാനാണ്. പക്ഷേങ്കിൽ ഈ മന്ദബുദ്ധിയായ ഇവൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇവൾക്ക് ആണിൻ്റെ സുഖം മാത്രമേ പോകൂ. ഇതിൻ്റെ രണ്ടിൻ്റെ കഥ പറഞ്ഞാൽ പാമ്പിൻ്റെ കഥ പറഞ്ഞില്ല, പറഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് നിങ്ങളാരും അടുപ്പിക്കുന്നില്ല. ഇപ്പം ഇത്രത്തോളം മതി. ഇനിയും പറയാനുണ്ട്.